Good morning, ma'am and kiddos. Good morning, ma'am. Good morning. Good morning, miss. Good morning, ma'am. Good morning, Prayer miss. പറഞ്ഞോ കേട്ടോ. Prayer പറഞ്ഞോ. Hi, ma'am. Good morning. I am Reshma from Trivandrum. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace. We shall live in peace. We shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am. Thank you. Sign in and thought of the day. Quote of the day പറയട്ടെ മാം. Quote of the day. വിജയിക്കാൻ ഞാൻ എടുത്ത തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ പരാജയം ഒരിക്കലും എന്നെ പിന്തള്ളുകയില്ല. താങ്ക് യു മാം. Okay. Sign in ആരാണ്? Hi ma'am, good morning all. I'm Rasna. ഞാനാണെന്ന് സൈനിങ്. ഓക്കെ, ഞാനൊരു ചെറിയൊരു സ്റ്റോറി പറയാം. ഇന്നിപ്പോ റമദാനൊക്കെ അല്ലേ, റമദാൻ എൻ്റെ ചെയ്യാനായി. അപ്പോ നബി പണ്ട് പറഞ്ഞൊരു സ്റ്റോറിയാണ്, അത് ഞാനിവിടെ പറയാൻ പോവാണ്. നബി പറഞ്ഞു, ഇപ്പൊ സ്വഹാബികളോടായിട്ട് പറഞ്ഞൊരു കഥയാണ്. നബി സ്വഹാബികളോട് പറഞ്ഞു, ഒരു വ്യക്തിക്ക് 3 വരം കൊടുത്തു. 3 വരം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട 3 കാര്യങ്ങൾ തെരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൊടുത്തു അയാൾക്ക്. മോശപ്പെട്ട നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ. ആ വ്യക്തിക്ക് കിട്ടിയ 3 മോശപ്പെട്ട കാര്യങ്ങൾ എന്താന്ന് വെച്ചാല്, ഒന്ന് ഒരാളെ കത്തിയെടുത്ത് കുത്താൻ പറഞ്ഞു, കൊല്ലാൻ പറഞ്ഞു. സെക്കൻഡ് വൺ, ഒരു പെണ്ണിനെ പീഡിപ്പിക്കാനും പറഞ്ഞു. തേർഡ്, ലഹരി ഉപയോഗിക്കാൻ, അതായത് മദ്യം എന്തെങ്കിലും കുടിക്കാനോ ഒക്കെ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഈ വ്യക്തി ഇതിൽ ഏതെങ്കിലും 3 നീ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. 3 ഒരെണ്ണം നീ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഇങ്ങനെ ചിന്തിച്ചു. ഫസ്റ്റ് വൺ, കത്തി എടുത്തിട്ട് കുത്താനാ പറഞ്ഞു, ഒരു വ്യക്തിനെ കൊല്ലാനാ പറഞ്ഞു. അപ്പൊ അയാൾ ആലോചിച്ചു, തന്നെ കൊണ്ട് ഒരിക്കലും അത് കഴിയില്ല. ഒരാളെ കൊല്ലാന്ന് പറഞ്ഞാൽ, അയാളെ ജീവൻ എടുക്കാന്ന് പറഞ്ഞാല് തനിക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ അയാൾ ഉപേക്ഷിക്കാൻ ചെയ്തത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീയെ പീഡിപ്പിക്കാനാ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം വീണ്ടും ചിന്തിച്ചു, തനിക്ക് അമ്മയും പെങ്ങളൊക്കെ ഉണ്ട്, ഒരിക്കലും ഒരു പെണ്ണിനെ മോശക്കാരിയൊക്കെ അവളെ ഉപദ്രവിക്കുക ഒരിക്കലും തന്നെ കൊണ്ട് കഴിയില്ല, തന്റെ വീട്ടിലും ഉണ്ട് സ്ത്രീകൾ എന്നുള്ളൊരു ചിന്ത കാരണം അയാൾ അതും ഉപേക്ഷിച്ചു. പിന്നെ മൂന്നാമത്തെ വന്നത് ലഹരി, അതായത് മദ്യം ഉപയോഗിക്കാനാണ്. അപ്പൊ ഇയാൾ ചിന്തിച്ചു, മറ്റുള്ള 2 തെറ്റിനേക്കാളും കുറച്ചേലും വീര്യം, അതായത് പ്രശ്നം കുറഞ്ഞത് ഈ മദ്യം ഉപയോഗിച്ചല്ല, തനിക്ക് മാത്രമല്ലേ പ്രശ്നമുള്ളൂ എന്നുള്ള രീതിക്ക് അദ്ദേഹം എന്ത് ചെയ്തു, ആ മദ്യം എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ലഹരി ഉപയോഗിക്കുകയാണ്. മദ്യം കഴിച്ചതിന് ശേഷം അദ്ദേഹം മുകളിൽ പറഞ്ഞ ആ 2 കാര്യങ്ങളും ചെയ്യാണ്. സ്ത്രീയെ പീഡിപ്പിക്കുകയും ചെയ്തു, അതിന്റെ മുകളിലുള്ള ഒരാളെ അദ്ദേഹം കൊല്ലുകയും ചെയ്തു. ഇങ്ങനെ ഒരു സ്റ്റോറി പറഞ്ഞതിലൂടെ നബി അവരോട് പറഞ്ഞതാണ്, നമ്മള് മദ്യം ഉപയോഗിക്കുക, മദ്യം ലഹരി വസ്തുക്കൾ എന്ത് ഉപയോഗിച്ചാലും ബാക്കിയുള്ള തിന്മ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഒപ്പം വരും. അതായത് മറ്റുള്ള എന്ത് ഉപേക്ഷിക്കാൻ നമ്മൾ നോർമലാണ്, നമ്മൾ ഈ ഒരു ഇതുപോലെയുള്ള ലഹരികൾ ഉപയോഗിക്കാണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സാക്ഷി നമ്മളെ തടയും. ഈ തെറ്റ് നീ ചെയ്യരുത് എന്ന് പറഞ്ഞ് നമുക്കൊരു നമ്മുടെ മനസ്സാക്ഷി നല്ലതായിരിക്കും, നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. പക്ഷെ ഈ ലഹരി എന്നുള്ള ഒരു വസ്തു നമ്മുടെ ശരീരത്തിലോട്ട് വന്നാൽ ആ മനസ്സാക്ഷി നമ്മുടെ ശരീരത്തെ നമ്മുടെയും വിട്ടിട്ടാ പോകുന്നത്. പിന്നെ എന്ത് തെറ്റും ചെയ്യാൻ ഒരു മടിയും കാണില്ല ഒരു വ്യക്തിക്കും. ഇപ്പൊ ഇന്നത്തെ ഒരു സമൂഹം നമുക്കത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭാര്യനെ, അമ്മേനെ, മക്കളെ, എല്ലാവരെയും ഓരോരുത്തരെ, സ്വന്തം സഹോദരനെ, എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരൊറ്റ കാരണം, റീസൺ, ലഹരി എന്നൊരു വ്യക്തി മാത്രമാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ വന്നാൽ നമുക്കും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും അത് ദോഷം ചെയ്യും. ലഹരിയെ എപ്പോഴും മാറ്റി നിർത്താൻ ശ്രമിക്കുക. ലഹരി ഉപയോഗിക്കുന്ന കണ്ടാൽ അത് പെട്ടെന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെ തടയാൻ ശ്രമിക്കുക. നമുക്ക് ചിലപ്പോൾ നേരിട്ട് അവർ പോയിട്ട് കണ്ടിട്ട് നീ ഇത് ചെയ്യരുത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഒരുപാട് വിങ്ങുകളുണ്ട് ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നത്. അവരെ അറിയിക്കുക, അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ലഹരിക്കെതിരെ നമ്മളും കൂടെ മുന്നിട്ടിറങ്ങണം എന്നൊരു സന്ദേശത്തോടെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അപർണ മാം, അതുപോലെ എന്റെ പ്രിയ സുഹൃത്തുക്കളെയും ഇന്നത്തെ നല്ലൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൈനിങ് ബൈ രസ്ന ഫ്രം മലപ്പുറം.
Good message, Amtada Resna. താങ്ക് യു മാം. ഓക്കെ, ഞാൻ ലാസ്റ്റ് ക്ലാസ്സില് ഒരു ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? യെസ് മാം. ആരൊക്കെ പ്രിപ്പയർ ചെയ്തിരിക്കണേ? ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് മാം. ഓക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് മാം. ഓക്കെ, ഞാനും ചെയ്തിട്ടുണ്ട് മാം. റാങ്ക് ആയിട്ട് ഞാൻ 3 പേരെ കൊണ്ട് പ്രസന്റ് ചെയ്യിപ്പിക്കാം കേട്ടാ. ഫസ്റ്റ് തവണ പറഞ്ഞു. ഓക്കെ മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ വൈറൽ മെനിഞ്ചിറ്റിസ് അതാണ് നമ്മുടെ ഇന്നത്തെ ഡിസീസ്. സ്റ്റാർട്ട് ചെയ്യണേ മാം. വൈറൽ മെനിഞ്ചിറ്റിസ് ഓൾസോ നോൺ ആസ് അസെപ്റ്റിക് മെനിഞ്ചിറ്റിസ്. ഈ വൈറൽ മെനിഞ്ചിറ്റിസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അസെപ്റ്റിക് മെനിഞ്ചിറ്റിസ് എന്ന്. ഇത് കോസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വൈറൽ ഇൻഫെക്ഷൻ. വൈറസ് അണുബാധയിലൂടെയാണ് ഈ അസുഖം സ്പ്രെഡ് ആവുന്നത്. എ വൈറസ് കോൾഡ് എൻറ്ററോ വൈറസസ്, കോമൺ സ്റ്റൊമക് വൈറസസ് എന്നാണ് അതിനറിയപ്പെടുന്നത്. എൻറ്ററോ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസിലൂടെയാണ് ഈ വൈറൽ മെനിഞ്ചിറ്റിസ് എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ആവുന്നത്. അതേപോലെ തന്നെ ഈ വൈറസ്, അതായത് ഈ വൈറൽ മെനിഞ്ചിറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം പരത്തുന്ന മറ്റു കുറച്ച് വൈറസസ് ഉണ്ട്. അവരുടെ കുറച്ചൊരു ലിസ്റ്റ്, ഒരു പേര് പറയാം. വെസ്റ്റ് നൈൽ വൈറസ്, മംസ് വൈറസ്, മീസിൽസ് വൈറസ്, ഹെർപ്പസ് സിംപ്ലെക്സ് 1 and 2, അതായത് HSV1 ഉണ്ട്, HSV2 ഉണ്ട്. ഹെർപ്പസ് സിംപ്ലെക്സ് 1ഉം ഹെർപ്പസ് സിംപ്ലെക്സ് 2 വൈറസും. പിന്നെ വരസെല്ല വൈറസ്, LCM വൈറസ് എന്ന് പറയും, ലിംഫോസിറ്റിക് കൊറിയോ മെനിഞ്ചിറ്റിസ് വൈറസ്. ഈ വൈറസസും എന്ത് കോസ് ചെയ്യുന്നതാണ്? ഈ മെനിഞ്ചിറ്റിസ് എന്ന് പറയുന്ന അസുഖം കോസ് ചെയ്യുന്ന മറ്റ് വൈറസസ് ആണ്. ഇതിൽ ഒരു ഫോട്ടോ ബാക്ക് ക്യാമറ കാണാവോ? ഇത് കാണാവോ? ഇതില് കണ്ടോ? ഈ വൈറസ് ആണ് ഇത്. ഇയാളുടെ പേരാണ് പറ്റുന്നില്ലേ? അയ്യോ, അന്ന് ക്യാമറ കാണായിരുന്നല്ലോ. ഇത് സെറ്റിങ്സിൽ വല്ലതും മാറ്റണോന്ന് അറിയില്ല മാമിന്. ഒട്ടും കാണുന്നില്ല. ഇല്ല കാണുന്നില്ല. ഇപ്പൊ കാണാവോ? ഇല്ല. ഒന്നും കാണുന്നില്ല. അപ്പൊ ഇതെന്തോ മാറിക്കിടക്കുകയാണ്. കണ്ടിന്യൂ ചെയ്തതാണ്. ഓക്കെ മാം. ഓക്കെ, അപ്പോ ഫിഗർ കാണുന്നില്ല. ശരി, അപ്പൊ ഇത്രയും ടൈപ്പ് വൈറസസും ഈ പറയുന്ന വൈറൽ മെനിഞ്ചിറ്റിസ് എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നവരാണ്. ഈ ഒരു ഡിസീസസിന്റെ സിംറ്റം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഡിസീസ് റിസൾട്ട്സ് ഇൻ ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ മെനിഞ്ചസ്. അതായത് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറും നമ്മുടെ സ്പൈനൽ കോഡിന്റെ അകത്ത് ഒരു മെംബ്രെയിൻ ഉണ്ട്, ഒരു കവറിംഗ് ഉണ്ട്. അതിനെയാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. അവിടെ ഒരു സ്വെല്ലിംഗ് ഉണ്ടാക്കും, ഒരു ഇൻഫ്ലമേഷൻ, അതിന്റെ ഒരു വീക്കം. അതാണ് ഈ പറയുന്ന എന്താണ് ദി മെനിഞ്ചിറ്റിസ്. ഇതെന്താ ഈ താഴെ വരുന്നത്? ഇത് എന്റെ ഓൺ ആയതാണോ മാം? എന്തെങ്കിലും കാണാവോ ഞാൻ പറയുമ്പോ താഴെ കൂടെ? ഇല്ലടാ, ഇല്ല. ഓക്കെ. അപ്പോ ഈ മെംബ്രെയിനസ് കവറിംഗ് ആയ മെനിഞ്ചസിൽ ഇൻഫ്ലമേഷൻ ആണ് മെയിൻ ആയിട്ട് ഇതിന്റെ സിംറ്റം വരുന്നത്. വൈറൽ മെനിഞ്ചസ് ക്യാരക്ടറിസ്റ്റിക്കലി പ്രസൻസ് വിത്ത്, മെയിൻ ആയിട്ട് ഇതിന്റെ സിംറ്റം ഫീവർ ആണ്. ദെൻ ഫസ്റ്റ് വൺ ഫീവർ, പനി, അതേപോലെ തലവേദന, ഹെഡ് ഏക്ക്, ദെൻ നെക്ക് സ്റ്റിഫ്നെസ് എന്ന് പറയും. അതായത് നമുക്ക് കഴുത്ത് തിരിക്കാനോ ബെൻഡ് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ, അതാണ് നെക്ക് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഡിഫിക്കൽറ്റി ഓർ പെയിൻ വെൻ ട്രൈങ് ടു ബെൻഡ് ദ നെക്ക്. ഇനി ഇതിൻ്റെ അകത്ത് വരുന്നൊരു ടൈപ്പ് ഓഫ് സിംറ്റം ആണ് ഫോണോഫോബിയ എന്ന് പറയും. ഫോണോഫോബിയ എന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി ടു സൗണ്ട് ആണ്. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ലൗഡ് നോയ്സസ് കേൾക്കുമ്പോൾ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഭയങ്കരമായ ചെവി വേദനയും അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാവും. ഫോണോഫോബിയ എന്ന് പറയും. ദെൻ ഫോട്ടോഫോബിയ, രണ്ടാമത്തത് ഫോട്ടോഫോബിയ. ഫസ്റ്റ് വൺ ഫോണോഫോബിയ, അതായത് ലൗഡ് നോയ്സസ് നമുക്ക് സഹിക്കാൻ പറ്റില്ല, ഈ ഒരു അസുഖത്തിലെ ഒരു സിംറ്റം. ദെൻ ഫോട്ടോഫോബിയ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്, ഭയങ്കരമായിട്ടുള്ള പ്രകാശം, ബ്രൈറ്റ് ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ. ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്, പിന്നെ വരുന്നതാണ് ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്. അതായത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാനോ അതിനെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നമുക്ക് നഷ്ടപ്പെടും. പിന്നെ ഈ പറയുന്ന ഈ വൈറൽ അണുബാധ പോലെ ഈ ഒരു അസുഖം ബാക്ടീരിയ വഴി തന്നെ വരുന്നുണ്ട്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അതിനെ മെനിഞ്ചോ, അതായത് കൊക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയും. അത് തികച്ചും ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യുന്നതാണ് കേട്ടോ.
ആ സമയത്ത് ഉണ്ടാവുന്ന ആ ബാക്ടീരിയയുടെ പേരെന്ന് പറയുന്നത് നെയ്സീരിയ മെനിഞ്ചിറ്റിഡിസ് എന്ന് പറയും. ഇതാണ് മെനിഞ്ചോ കോക്കൽ മെനിഞ്ചിറ്റിസ് ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് ഈ അസുഖത്തിൽ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഒരു റാഷസ് ഉണ്ടാവും. റാഷസ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ടൈനി റെഡ് ഓർ പർപ്പിൾ സ്പോട്സ് ഒക്കർ ഓൺ ദ ട്രങ്ക്, ലോവർ എക്സ്ട്രിമിറ്റീസ് ആൻഡ് മ്യൂക്കസ് മെമ്പറേനീസ്. നമ്മുടെ 3 ഭാഗങ്ങളിലായിട്ട് ഈ പറയുന്ന ഈ കാണിക്കുന്ന പർപ്പിൾ അല്ലെങ്കിൽ റെഡ് കളറിലെ കുഞ്ഞു കുഞ്ഞു ഈ സ്പോട്സ് കണ്ടോ, ഇതുണ്ടാവും. ട്രങ്ക് പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ചെസ്റ്റ്, ബാക്ക്, അബ്ഡോമൻ അടിവയറ്, നമ്മുടെ ബാക്ക് സൈഡ്, അതേപോലെ ചെസ്റ്റ് നെഞ്ചിന്റെ സൈഡ്, പിന്നെ പെൽവിസ് താഴേക്ക് നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന പാർട്ട്. ലോവർ എക്സ്ട്രിമിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാല്, തൊട, അതേപോലെ നമ്മുടെ ഇടുപ്പ്, ഹിപ്പ്, മുട്ട്, നീ, അതേപോലെ കണങ്കാൽ എന്നൊക്കെ പറയില്ലേ, ആംഗിൾ, ഫൂട്ട്, ഇവിടെയൊക്കെയാണ് ലോവർ എക്സ്ട്രിമിറ്റീസിൽ വരുന്നത്. മ്യൂക്കസ് മെംബ്രേനീസിലും ഈ പറയുന്ന ഈ റെഡ് സ്പോട്സ് വരും. മ്യൂക്കസ് മെംബ്രെയിൻസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിന്റെ അകത്തും വായിലും ഒക്കെ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്, അല്ലെ, ഒരു നനവുണ്ട്. അപ്പോൾ അതിന്റെ അകത്തൊക്കെ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന സ്പോട്സ് ഉണ്ടാവും, ബാക്ടീരിയൽ ഇൻഫെക്ഷനും കൂടെ ആവുമ്പോൾ. ഇനി കുട്ടികളില് ഇതിലധികം വരുന്നത് ബേബീസ് അപ്പിയർ ഇറിറ്റേബിൾ, സ്ലീപ്പി, ട്രബിൾ ഈറ്റിംഗ്. അവർ ഭക്ഷണം കഴിക്കാതെ ഇരിക്കും, എപ്പോഴും അസ്വസ്ഥരായിരിക്കും കുട്ടികൾ. അതേപോലെ എപ്പോഴും ഇങ്ങനെ ഒരു ഉറക്കം തോന്നി വളരെ ക്ഷീണിതരായ ഒരു കണ്ടീഷനിലാവും. പിന്നെ വൈറൽ ഇൻഫെക്ഷന്റെ ബേസിസിൽ സിംറ്റംസിന് വേരി ചെയ്യാം. പല ടൈപ്സ് സിംറ്റംസ് ഉണ്ടാവും. ഇപ്പോൾ എൻട്രോ വൈറൽ മെനിഞ്ചിറ്റിസ് ആണെങ്കിൽ ഹെഡ് ഏക്ക്, ഫോട്ടോഫോബിയ, ഫീവർ, നോസിയ, വോമിറ്റിംഗ്, ഈ സിംറ്റംസ് ആയിരിക്കും വരിക. അത് തലവേദന, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാശം, ഭയങ്കരമായിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ, കഠിനമായ പനി, ക്ഷീണം, ഛർദി, ഇതൊക്കെ ആയിരിക്കും എൻട്രോ വൈറൽ മെനിഞ്ചിറ്റിസ് ആണെങ്കിൽ ഉണ്ടാവുന്നത്. ഇനി LCM എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലിംഫോസിറ്റിക് കൊറിയോ മെനിഞ്ചിറ്റിസ് വൈറസ് ആണെങ്കിൽ ഏതാണ്ട് 10 ദിവസം മുന്നേ തന്നെ അതിന്റെ പനി ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ വിട്ട് പിന്നെ അത് ശക്തമായുള്ള ഒരു പനിയായിട്ട് മാറും. പിന്നെ മംസ് മെനിഞ്ചിറ്റിസ് ആണെങ്കിലോ ആ കണ്ടീഷൻ ആണെങ്കിൽ ഈ നമ്മുടെ ടെസ്റ്റസ് ഭാഗത്തൊക്കെ ഒരു സ്വെല്ലിംഗ് ഒക്കെ വന്നോണ്ട്, ഒരു വീക്കം ഒക്കെ വന്നോണ്ട് മംസിന്റെ സിംറ്റംസ് ആ ഒരു അസുഖത്തിലേക്ക് അത് മാറും. പിന്നെ വരുന്നത് HSV2 വൈറസ് ആണ്. നേരത്തെ പറഞ്ഞ ഹെർപ്പസ് വൈറൽ എന്ന് പറഞ്ഞ ഹെർപ്പസ് സിംപ്ലെക്സ് 2 എന്ന് പറയുന്ന വൈറസ് മൂലം ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആണെങ്കിൽ അതികഠിനമായ തലവേദന ഉണ്ടാവും, സിവിയർ ഹെഡേക്ക് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടെ വൈറസ് ഉണ്ട്. ഈ മെനിഞ്ചിറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം കാരണക്കാരാവുന്ന കുറച്ചും കൂടെ വൈറസ് ആണ് എൻട്രോ വൈറസസ് എന്ന് പറയാം. ഒരു പേര് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. എൻട്രോ വൈറസസ് 71 ഉണ്ട്, എക്കോ വൈറസ് ഉണ്ട്, പിന്നെ PV1, PV2, PV3, പോളിയോ വൈറസ് 1, പോളിയോ വൈറസ് 2, പോളിയോ വൈറസ് 3, പിന്നെ കൊക്സാക്കി A വൈറസ് എന്ന് പറയും. ഇനി HHV അല്ലെങ്കിൽ HSV, ഹെർപ്പസ് വൈറിഡേ അല്ലെങ്കിൽ ഹെർപ്പസ് സിംപ്ലെക്സ് വൈറസിൽ വരുന്ന വാർസെല്ല സോസ്റ്റർ, എപ്സിറ്റിൻ ബാർ വൈറസ്, സൈറ്റോമെഗാലോ വൈറസ്, ഇതൊക്കെ ഈ പറയുന്ന മെനിഞ്ചിറ്റിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നവരാണ്. അതേപോലെ HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, ലാക്രോസ് വൈറസ്, ലിംഫോസൈറ്റിക് കൊറിയോ മെനിഞ്ചിറ്റിസ് വൈറസ്, മീസൽസ്, സെന്റ് ലൂയിസ് എൻസ്പാലിറ്റിസ് വൈറസ്, വെസ്റ്റ് നൈൽ വൈറസ്, ഇതൊക്കെ വൈറസിന്റെ പേരാണ് ഈ ഒരു അസുഖം കോസ് ചെയ്യുന്നത്. ഇനി ഇത് ഏത് വക ആൾക്കാരിലേക്ക് ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുമെന്ന് ചോദിച്ചാല് ഈ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഇല്ലേ, എയ്ഡ്സ് ഒക്കെ ഉള്ള ആൾക്കാർ, HIV ബാധ ഉള്ളവര്, ക്യാൻസർ പേഷ്യൻസ്, ഡയബറ്റിസ് ഉള്ളവര്, പിന്നെ ന്യൂട്രീഷന്റെ പോഷകക്കുറവ് മൂലം അസുഖബാധിതരായ മാൽന്യൂട്രീഷൻ ഡിസീസ് ഒക്കെ ഉള്ളവര്, അതേപോലെ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ഇവരിലൊക്കെ പെട്ടെന്ന് ഈ അസുഖം പിടിച്ചു കയറാൻ ചാൻസ് ഉണ്ട്. ഇത് സ്കിന്നിലൂടെയും റെസ്പിറേറ്ററി ട്രാക്റ്റിലൂടെയൊക്കെയാണ് പാസ് ചെയ്യുന്നത്. മെയിനായിട്ട് വരുന്നത് ക്ലോസ് കോണ്ടാക്ട് ആണ്. ഈ ഒരു അസുഖക്കാരനോടായിട്ട് നമ്മൾ കൂടുതൽ ഇടപെട്ടാൽ, എസ്പെഷ്യലി ഈ പറയുന്ന ഈ HIV ക്യാൻസറോ പോലെയൊക്കെ ഉള്ള ഡിസീസ് ഉള്ള ആൾക്കാർ ബന്ധപ്പെട്ട് അവർക്ക് പെട്ടെന്ന് ഈ ഒരു അസുഖം പിടിപെടുമെന്നാണ് പറയുന്നത്. പിന്നെ വൃത്തിഹീനമായ മലിനമായ ഭക്ഷണം, വെള്ളം, കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ, ദെൻ ഇൻസെക്ട് ബൈറ്റ്സ്. അതെ, യെസ്, ഇവ ഇമ്മ്യൂണിറ്റി കുറവായവർക്കാണ് മെയിനായിട്ടും ഈ അസുഖം കിട്ടുന്നത്. ഈ പറഞ്ഞ ആ ഒരു ടീമിൽ ഇത്രയും കാര്യങ്ങളിലൂടെയൊക്കെ ഇത് പാസ് ചെയ്യും. ഇതെങ്ങനെ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഡയഗ്നൈസ് ചെയ്യാന്ന് ചോദിച്ചാൽ CSF എന്ന് പറയുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, ഒരു ലംബാർ പങ്ക്ചർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, സ്പൈനൽ ടാപ്പ് അല്ലെങ്കിൽ ലംബാർ പങ്ക്ചർ, അതാണ് ഇതിന്റെ പേര് പ്രൊസീജിയറിന്. അതിലൂടെ നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ഫ്ലൂയിഡ് ആണ് കേട്ടോ CSF എന്ന് പറയുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഇത് കളക്ട് ചെയ്ത് എന്താണ് അതിൽ നോക്കുന്നതെന്ന് വെച്ചാൽ WBC കൗണ്ട് നോക്കും. നമ്മുടെ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസിന്റെ അളവ് നോക്കിയിട്ടാണ് ഇത് ഡയഗ്നൈസ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തത്, നമ്മൾ കൊറോണയൊക്കെ വന്ന സമയത്ത് സ്വാബ് ടെസ്റ്റ് ചെയ്തിട്ടില്ലേ, PCR,
നമ്മുടെ മൂക്കിൽ നിന്ന് എടുക്കുന്ന ആ ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ദെൻ തേർഡ് മെത്തേഡ് നമ്മുടെ സ്റ്റൂള്, യൂറിൻ, ബ്ലഡ്, ത്രോട്ടിൽ നിന്നൊക്കെ എടുത്ത് സാമ്പിൾസ് വഴി നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടോ എന്ന് നോക്കാം. ദെൻ CT സ്കാൻ, സിവിയർ കേസിൽ നമുക്ക് CT സ്കാൻ എടുത്തിട്ടും ഇതിന്റെ ഒരു തീവ്രത അളക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്തരം 4 വഴിയിൽ നമുക്ക് ഈ ഒരു വൈറൽ മെനിഞ്ചിറ്റിസിനെ ഡയഗ്നൈസ് ചെയ്യാം. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു ഇത് പറയുന്നില്ല. പ്രോപ്പർ ആയിട്ടുള്ള വിശ്രമം, പ്രോപ്പർ റെസ്റ്റ് ഷുഡ് ബി ടേക്കൺ. നല്ലതായിട്ട് വിശ്രമിക്കുക. ദെൻ എപ്പോഴും ബോഡി ഹൈഡ്രേറ്റഡ് ആക്കുക. ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ, ഒരുപാട് ധാരാളം വെള്ളം കുടിക്കുക. ദെൻ പെയിൻ കില്ലേഴ്സ് ഉണ്ട്. നമുക്ക് ഇതേപോലെ വേദനകൾ, തലവേദനയും ശക്തമായിട്ടുള്ള ഇൻഫ്ലമേഷൻ ഒക്കെ, നെക്സ്റ്റ് ഇതൊരു ഫിറ്റ്നസ് ഒക്കെ വരുമ്പോൾ ഭയങ്കര പെയിൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി പെയിൻ കില്ലേഴ്സ് ഉണ്ട്. അതേപോലെ ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് ഉണ്ട്. ഈ സ്വെല്ലിങ്ങിനൊക്കെ അപ്ലൈ ചെയ്യുന്ന തരം ഓയിൻമെന്റ്സോ മെഡിസിൻസോ അങ്ങനെ അവൈലബിൾ ആണ്. ഓക്കെ മാം, താങ്ക് യു. ഫിഗർ കാണിക്കാൻ പറ്റിയില്ല മാം, ഒട്ടിച്ചിട്ടുണ്ട്, എന്റെ ക്യാമറ ഓൺ ആവുന്നില്ല. ഓക്കെ, മാക്സിമം ഫിഗർ പറഞ്ഞത് ഞാൻ കാണിക്കാൻ ശ്രമിച്ചു, പക്ഷെ ഏതൊക്കെ ഇമേജ് ആണെന്ന് അറിഞ്ഞോടാലോ. ഓക്കെ, ഗീതു അനീഷ്. പറയട്ടെ മാം. ഓക്കെ, ആശങ്കയായി വൈറൽ മെനിഞ്ചൈറ്റിസ്. എറണാകുളം കളമശ്ശേരിയിൽ വൈറൽ മെനിഞ്ചൈറ്റിസുമായിട്ട് ലക്ഷണങ്ങളുമായി വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നൊരു ന്യൂസ് ആണിത്. അപ്പോൾ എന്താണ് മെനിഞ്ചൈറ്റിസ് നമുക്ക് നോക്കാം. തലച്ചോറിനെയും നട്ടലിനെയും സംരക്ഷിക്കുന്ന 3 പാളികളുള്ള ഒരു ആവരണമാണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. ഈ ആവരണത്തിന് വരുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഇതിൽ വൈറസ് മൂലം ഉണ്ടാകുന്നതിനെയാണ് വൈറൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അണുബാധ പലപ്പോഴും ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, അർബുദം, തലയ്ക്ക് പരിക്ക് എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും മെനിഞ്ചൈറ്റിസിലേക്ക് നയിക്കാം. ഒരു വർഷം 25 ലക്ഷം പേർക്ക് മെനിഞ്ചൈറ്റിസ് ബാധിക്കപ്പെടുന്നുണ്ട് എന്നാണ് ലോക ആരോഗ്യ സംഘടനയുടെ കണക്ക്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ അസുഖം ഉണ്ടാവാവുന്നതേ ഉള്ളൂ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ അണുബാധ മൂലമുണ്ടാകുന്ന മരണങ്ങളിൽ 2ാം സ്ഥാനമാണ് മെനിഞ്ചൈറ്റിസ് മരണങ്ങൾക്കുള്ളത്. ബാക്ടീരിയ ബാധ മൂലമുള്ള മെനിഞ്ചൈറ്റിസ് ആണ് ഏറ്റവും മാരകമായതും സർവ്വസാധാരണമായിട്ടുള്ളതും. ഇത് ബാധിക്കപ്പെടുന്നതിൽ 10ൽ ഒരാളെന്ന കണക്കിൽ മരണം സംഭവിക്കുന്നു. മെനിഞ്ചൈറ്റിസ് ബാധിക്കപ്പെടുന്ന 5ൽ ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ നീളുന്ന വൈകല്യം സംഭവിക്കാനും സാധ്യതയുണ്ട്. വൈറസ് മൂലമുള്ള മെനിഞ്ചൈറ്റിസും ഗൗരവമാർന്നതാണെങ്കിലും ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിന്റെ അത്ര ഗുരുതരമല്ല ഇത്. ആരോഗ്യകരമായ പ്രതിരോധ സംവിധാനമുള്ളവർക്ക് ഇതിനെ വളരെ വേഗത്തിൽ ചെറുക്കാനാകും. അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ ഫംഗസ്, പൊടികൾ എന്നിവ ഉള്ളിലെത്തുന്നത് മൂലമുണ്ടാകുന്ന ഫംഗൽ മെനിഞ്ചൈറ്റിസും അപൂർവമാണ്. എന്നാൽ അർബുദം, HIV, പ്രമേഹം എന്നിവയുള്ളവർക്കും ഫംഗൽ മെനിഞ്ചൈറ്റിസ് വരാൻ സാധ്യതയുണ്ട്. ഈ മെനിഞ്ചൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് 1 പനി, 2 കഴുത്ത് വേദന, 3 തീവ്രമായ പ്രകാശം നേരിടാൻ കഴിയാത്ത അവസ്ഥ, 4 ഛർദി, 5 സന്ധികൾക്കും കാലുകൾക്കും വേദന, 6 ചുഴലി രോഗം, 7 ചർമ്മത്തിൽ തിണർപ്പുകൾ, 8 ആശയക്കുഴപ്പം, 9 തണുത്ത കൈകാലുകൾ, 10 കടുത്ത തലവേദന, 11 ശിശുക്കൾക്ക് നെറ്റിയിലുണ്ടാകുന്ന തടുപ്പ്, 12 ഉറക്കം തൂങ്ങി ഇരിപ്പ് എന്നിവയെല്ലാം മെനിഞ്ചൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവ മൂലമുള്ള മെനിഞ്ചൈറ്റിസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതാണ്. മെനിഞ്ചൈറ്റിസ് ചികിത്സ ഇതിന്റെ കാരണത്തിനെ അടിസ്ഥാനമാക്കിയിരിക്കും. മെനിഞ്ചൈറ്റിസിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുക. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ വേണ്ടിവരും. രോഗം മൂർച്ഛിച്ചാൽ രോഗി രക്ഷപ്പെടാനുള്ള സാധ്യതയും കുറവാണ്. ഈ രോഗത്തിന്റെ മുഖ്യ കാരണങ്ങളാകാറുള്ള മെനിഞ്ചോകോക്കസ്, ന്യൂമോകോക്കസ് ബാക്ടീരിയക്കും ഹീമോഫിലിക്സ് ഇൻഫ്ലുവൻസയ്ക്കും എതിരെ വാക്സിനുകൾ ഇന്ന് ലഭ്യമാണ്. ഈ മെനിഞ്ചൈറ്റിസിനെ എങ്ങനെ പ്രതിരോധിക്കാം? മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വേഗം രോഗം പടരുന്നു. രോഗബാധിതരിൽ നിന്നും അകലം പാലിക്കുക. അണുബാധിതരോട് സമ്പർക്കം പുലർത്തിയവർ ജാഗ്രത പാലിക്കുക. മറ്റുള്ളവരിലേക്ക് രോഗം ബാധിക്കാൻ സാധ്യതയുള്ളതിനാൽ മാസ്ക് ധരിക്കുക. കുടിവെള്ളം, ഭക്ഷണം ഉൾപ്പെടെയുള്ളവ പങ്കുവയ്ക്കാതിരിക്കുക. രോഗലക്ഷണം കണ്ടാൽ അവഗണിക്കാതെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുകയും എല്ലാ തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുകയും വേണം. താങ്ക് യു മാം. നന്നായിരുന്നു, താങ്ക് യു.
ഡൈസിൻ പേരെന്താണ്? ഡെയ്സിൻ മാം. ഡൈസിൻ. ഡൈസിൻ മാം എനിക്ക് മുമ്പ് രത്ന പറഞ്ഞായിരുന്നു. പ്രശ്ന പറഞ്ഞിട്ടുണ്ടോ? ഓക്കെടാ, ഞാൻ നോക്കിയില്ല കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കേടാ രസ്ന, കണ്ടില്ല ആളെവിടെ? ഞാൻ പേര് നോക്കിയിട്ടാണ് വിളിച്ചത്. ഓക്കെ മാം. ഓക്കെ, കുഴപ്പമില്ല. റെസ്റ്റിന് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. റെസ്റ്റിനെ പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് മോൻ പറഞ്ഞോ. ഓക്കെ മാം. ഞാന് പേരൊന്നും ഇട്ടിട്ടില്ല മാം. ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഞാനും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു മാം. ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ മാമിനോട്. ഓക്കെ ഓക്കെ, ഇല്ല ഞാൻ പറഞ്ഞു. പറഞ്ഞോടാ. ഓക്കെ, ഞാന് ഇവര് പറഞ്ഞതന്നെ, അപ്പൊ ജസ്റ്റ് വായിച്ചു പോയാൽ മതില്ലേ മാം? അല്ലെ ടൈം ഉണ്ടാവില്ലല്ലോ. ആ ഓക്കെ, ഒരു സമ്മർ പോലെ പറഞ്ഞോ. ഓക്കെ, ഞാൻ മിക്കവാറും വായിക്കാം. എല്ലാം തമന്ന പറഞ്ഞതിലെല്ലാം ഉണ്ട്, എല്ലാം ഉൾപ്പെട്ട് വന്നിട്ടുണ്ട്. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, കൺക്ലൂഷൻ ഫുൾ ആയിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് റെസ്റ്റിനെ ഏൽപ്പിക്കാം. അതിന്റെ ഡൈസിൻ പറഞ്ഞോട്ടെ മാം. ഡൈസിൻ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇല്ല കുഴപ്പമില്ല, പറഞ്ഞോ. ഞാൻ ജസ്റ്റ് വായിച്ചിട്ട് പോവാം. ഓക്കെ, മൊത്തമായിട്ട് കൺക്ലൂഡ് ചെയ്തിട്ട് ജസ്റ്റ് വായിച്ചു പോവാം. സ്റ്റാർട്ട് ചെയ്തോടാണോ? സോറി മാം, ഞാൻ വായിച്ചു തുടങ്ങിയിരുന്നു, മൈക്ക് മ്യൂട്ടായിരുന്നു. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. Viral meningitis is an inflammation of the protective membrane covering the brain and spinal cord, known as the meninges, caused by viral infections. It is generally less severe than bacterial meningitis, but can still be serious. Here is an overview of all of viral meningitis causes. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, viral meningitis is primarily caused by enteroviruses. Enterovirus is the most common cause, especially during summer and fall. These viruses spread through respiratory droplets of facial contaminations. Then herpes simplex virus, HSV, can cause meningitis, especially in neonates. Mumps virus, once a common cause, now less frequent due to widespread vaccination. മംസ് ഇപ്പോ കുറവാണ്, ആദ്യമൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോ ആ വൈറസ് നമ്മൾ വാക്സിനേഷൻ ഉണ്ടായതുകൊണ്ട് കുറച്ച് കുറവായിട്ടുണ്ട്. Then HIV. HIV can cause meningitis in people with advanced infections. Varicella zoster virus, the same virus responsible for chickenpox and shingles. Then അതിന്റെ സിംറ്റംസ് ആണ്. Symptoms usually develop within 3 to 7 days after exposure, and it can include headache, fever, stiff neck, sensitivity to light, photophobia, nausea and vomiting, fatigue, sleepiness or difficulty waking up, irritability in infants and children. Irritability എപ്പോഴും കുട്ടികളിലായിരിക്കും ഉണ്ടാവുക. Then diagnosis ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാല്, it is used lumbar puncture, spinal tap. A sample of cerebrospinal fluid, CSF, is taken to check for signs of infection. In viral meningitis, the CSF shows an increased white blood cell count and normal glucose level, unlike bacterial meningitis, which shows low glucose level. Blood test to identify the specific virus causing the infection. Blood testing-ലും ഇത് കണ്ടുപിടിക്കാൻ പറ്റും. Polymerase chain reaction, PCR, used to detect viral DNA or RNA in the CSF. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാന്ന് വെച്ചാൽ, there is no specific antiviral treatment for most cases of viral meningitis. Supportive care is typically used, rest, fluids, pain relievers. Then antiviral medications. Antiviral medications may be used in cases caused by specific viruses like herpes simplex or HIV. HIV അതേപോലെ കുറച്ചൊക്കെ ഡിഫിക്കൽറ്റി ആയിട്ടുള്ള അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ ആന്റിവൈറൽ മെഡിക്കേഷൻസ് യൂസ് ചെയ്യുക.
അത്രേ ഉള്ളൂ മാം. ഇതിന്റെ സോറി ലാസ്റ്റ് ഒന്നുകൂടെ, ഇതിന്റെ പ്രിവെൻഷൻസ് വാക്സിനേഷൻ ആണ്, ഗുഡ് ഹൈജീൻ പ്രാക്ടീസ് ആണ്, ദെൻ സേഫ് പ്രാക്ടീസസ്. അത്രേ ഉള്ളൂ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. പറഞ്ഞോ മോൻ. ആ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും ഈ പറഞ്ഞതിലുള്ള എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. പറയണോ ഇപ്പൊ ഇനിയും വെറുതെ ടൈം? കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞോ. ഞാൻ പേര് കാണാറില്ലല്ലോ, അതുകൊണ്ടാണ് പെട്ടെന്ന് മെയിൻ ചെയ്തത്. വൈറൽ മെനിഞ്ചൈറ്റിസ്. വൈറൽ മെനിഞ്ചൈറ്റിസിന്റെ മറ്റൊരു പേരാണ് അസിപ്പറ്റിക് മെനിഞ്ചൈറ്റിസ് എന്നും ഇത് അറിയപ്പെടുന്നു. ഇത് തലച്ചോറിനും സുഷുമ്നാ നാഡിക്കും ചുറ്റുമുള്ള ഭാഗങ്ങളെയാണ് നമ്മൾ മെനിഞ്ചുകൾ എന്ന് പറയുന്നത്. ഈ തലച്ചോറിന്റെയും സുഷുമ്നാ നാഡിയെ മൂടുന്ന ചർമ്മങ്ങൾക്ക് വീക്കം ഉണ്ടാകുന്ന ഒരു വൈറൽ അണുബാധയാണ് ഈ വൈറൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഈ പേര് പോലെ തന്നെ വൈറസ് മൂലമാണ് ഈ മെനിഞ്ചൈറ്റിസ് ഉണ്ടാകുന്നത്. പിന്നെ ഇതില് സാധാരണയായിട്ട് മുതിർന്ന ആൾക്കാരെക്കാട്ടി കൂടുതൽ ചെറിയ കുട്ടികൾക്കാണ് ഇത് വേഗം വരാനായിട്ടുള്ള സാധ്യത. ഇതിന്റെ ലക്ഷണങ്ങള് സാധാരണയായിട്ട് വരുന്നത് കടുത്ത പനി, കഠിനമായ തലവേദന, സ്റ്റിഫായിട്ട് കഴുത്ത് സ്റ്റിഫായിട്ട് നിൽക്കുക, പിന്നെ വൊമിറ്റിംഗ് ഉണ്ടാവും, പിന്നെ ഫോട്ടോഫോബിയ, വിശപ്പില്ലായ്മ, ഏതെങ്കിലും ഒരു കാര്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്, ഇരട്ട ദർശനം, അങ്ങനെ ഉള്ള ലക്ഷണങ്ങൾ. പിന്നെ സാധാരണ ഈ വൈറസ് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് വേഗം തന്നെ പടരാൻ സാധ്യതയുണ്ട്. അത് ഏതൊക്കെ രീതിയെന്ന് വെച്ചാൽ ചുമ, തുമ്മല്, ഭക്ഷണം നമ്മൾ പങ്കിടുവാണെങ്കിൽ അങ്ങനെ, മലിനമായ പ്രതലത്തിൽ സ്പർശിക്കുന്ന മൂലം, പിന്നെ ഇവരെ കൊതു അടിക്കുന്നത് നമ്മള് കൊതുക് മൂലം പകരും. പിന്നെ പ്രതിരോധ ശേഷി ഏറ്റവും ദുർബലമായിട്ടുള്ള ആൾക്കാർക്കും, ക്യാൻസർ രോഗികള്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉള്ളവര്, പിന്നെ കൂട്ടമായി താമസിക്കുന്നിടത്ത്, ഈ സാഹചര്യത്തിലുള്ളവർക്കൊക്കെ വേഗം തന്നെ ഈ രോഗം പിടിപെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെങ്കിൽ കൂടുതലും കാഴ്ച, കേൾവി വൈകല്യങ്ങള്, പഠന വൈകല്യം, ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഇതൊക്കെ എഫക്ട് ചെയ്യുന്ന മേഖലകളൊക്കെയാണ്. പിന്നെ ഇതിന്റെ പരിശോധന എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്പർ പഞ്ചാബിനുള്ളതും, രക്തപരിശോധന, ബ്ലഡ് ടെസ്റ്റ്, മൂക്കിലും തൊണ്ടയിലും ഉള്ള സ്വാബ് എടുത്തും, മ്യൂക്കസിന്റെ സാമ്പിൾ എടുത്തിട്ടുള്ളത്, CT സ്കാൻ, MRI, മോഷന്റെ സാമ്പിള്, അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള ടെസ്റ്റിലൂടെ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകണേനായിട്ട് അങ്ങനെ ടെസ്റ്റിലൂടെ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ ഇതെങ്ങനെ തടയാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് റെസ്റ്റ് വേണം, നല്ല ഹൈജീൻ ആയിട്ട് ഇരിക്കണം. പിന്നെ ഇത് ഉള്ള ആളുകൾ മാസ്ക് വെച്ച് വേണം എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ അങ്ങനെ. പിന്നെ ഇത് തടയാൻ വാക്സിനേഷൻ കൊണ്ടൊക്കെ ഇത് തടയാനായിട്ട് സാധിക്കും. പിന്നെ പെയിൻ കില്ലേഴ്സ് ഉണ്ടാവും. പിന്നെ ഡോക്ടേഴ്സ് പെയിൻ കില്ലേഴ്സ് ഇന്ന് കൊടുക്കും. ഇതിന്റെ വീക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില സ്റ്റിറോയിഡുകളൊക്കെ ഉണ്ട്, കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ. അതൊക്കെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അസുഖം വന്നവര് അത് കുറയാനായിട്ട് ധാരാളം വെള്ളം കുടിക്കണം. കൂടുതൽ വെള്ളം കുടിക്കുക, നിർജ്ജലീകരണം തടയുക, റെസ്റ്റ് എടുക്കുക, ഇതൊക്കെയാണ്. പെട്ടെന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞാണ്. ഇത്രയൊക്കെ ഉള്ളു പറയാം. ഓക്കെ, എല്ലാവരും പറയണ ക്യാമറ ഓൺ ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു മാം. ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ട്, ക്യാമറ ഓൺ ചെയ്ത് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. യെസ് മാം, ഡെയ്സി നന്നായി ക്യാമറ ഓൺ ചെയ്ത് തിരിച്ച് പ്രസന്റ് ചെയ്യും. നല്ല രസാ കാണാൻ, അതാ ഞങ്ങള് പറഞ്ഞത്. എന്റെ ക്ലാസ്സിൽ മാത്രം ഇപ്പൊ ക്യാമറ ഓൺ ചെയ്യാത്തെ? മാമിന്റെ ക്ലാസ്സിൽ അവൾക്ക് അധികം പ്രസന്റേഷൻ കിട്ടിയില്ല തോന്നുന്നുണ്ട്. ആതിര മാമിന്റെ ക്ലാസ്സിലൊക്കെ കുറെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഡെയ്സിന് ഓക്കേടാ.
കുഴപ്പമില്ല. നെക്സ്റ്റ് നോക്കാം. അപ്പോ ഈ ഒരു പോർഷനോട് കൂടി നമ്മുടെ പാർട്ട് 1 കംപ്ലീറ്റ് ആയി. മൊഡ്യൂൾ 1 പാർട്ട് 1 കംപ്ലീറ്റ് ആയി. ദെൻ ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് പാർട്ട് 3 പോർഷനാണ്. പാർട്ട് 3 ദിശാമിസിന്റെ ഏത് ചാപ്റ്റർ എടുക്കണേ? മോണ്ടിസോറിയുടെ ആണോ മാം? അതെ, മോണ്ടിസോറിയുടെ. സൈക്കോളജിയാണ് ഇപ്പൊ മാം എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മോണ്ടിസോറിയിലോട്ട് വരും എന്ന് പറഞ്ഞു. നമ്മുടെ സെക്കൻഡ് പാർട്ടില് യൂണിറ്റ് 6 സൈക്കോളജിയാണ് എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, മോണ്ടിസോറിയിലേക്ക് എത്തിയിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, ഞാൻ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ സൈക്കോളജി റിലേറ്റഡ് ആയിട്ട് പാർട്ട് 1 അതേപോലെ തന്നെ പാർട്ട് 2 നേരെ മോണ്ടിസോറി. നമുക്ക് മോണ്ടിസോറി ഒറ്റയടിക്ക് കയറാൻ പറ്റില്ല. അപ്പൊ നമ്മള് പാർട്ട് 1 എടുക്കുകയാണെങ്കിൽ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എടുത്തിട്ട് വേണം മോണ്ടിസോറി ടേംസിലേക്ക്, ടീച്ചിങ് മെത്തേഡ്സിലേക്ക് വരാനായിട്ട്. അതേപോലെ തന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് സൈക്കോളജി എന്നാണെങ്കിൽ സൈക്കോളജിയുടെ പോർഷൻ എടുത്തിട്ട് വേണം മോണ്ടിസോറിയിലേക്ക് വരാനായിട്ട്. സോ ഞാൻ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ പാർട്ട് 3 നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ് 5 നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പൊ ഈ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ പറയാം. നോർമലൈസേഷൻ ആദ്യം തന്നെ ഡീവിയേഷൻ പറയാം. നമ്മുടെ കുട്ടികള് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കുട്ടികൾ എന്താവാനുള്ള ചാൻസ് ഉണ്ട്, ഡീവിയേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. പഠിക്കുന്നതിലാവട്ടെ, അതേപോലെ തന്നെ മിക്ക കാര്യത്തിൽ നിന്നും അവർ എന്താവാനുള്ള ചാൻസ് ഉണ്ട്, ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്നത്തെ സമൂഹമാണെങ്കിൽ എല്ലാ കുട്ടികളെയും ഒരേപോലെ തന്നെ മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. നമ്മൾ ഒരുപാട് ഡിസ്റ്റൻസ് കൊണ്ട് നമുക്ക് എന്താവാനുള്ള ചാൻസ് ഉണ്ട്, കുട്ടികൾ ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മള് മോണ്ടിസോറി എൻവയോൺമെന്റ് അല്ലെങ്കിൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ആയ നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ്? നമ്മുടെ അടുത്ത് വരുന്ന കുട്ടികൾ ഡീവിയേറ്റഡ് ചൈൽഡ് ആവട്ടെ അവരെ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ആർക്ക് ഉത്തരവാദിത്തം? നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്തം. സോ അപ്പൊ നമുക്കറിയണം എന്താണ് നോർമലൈസേഷൻ, എന്താണ് ഡീവിയേഷൻ എന്ന് ആര് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം? നമ്മൾ ഓരോ ടീച്ചേഴ്സും വ്യക്തമായിട്ട് എന്താണ് നോർമലൈസേഷനും അതേപോലെ തന്നെ എന്താണ് ഡീവിയേഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡീവിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. നോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ എൻവയോൺമെന്റ്, മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മോണ്ടിസോറി സ്കൂൾ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഇത്തിരി എല്ലാവർക്കും കുറച്ചും കൂടി ഇഷ്ടമായിരിക്കും. കാരണം എന്താണ്, നമ്മുടെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്സ് ഒക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം എന്താണ്, മോണ്ടിസോറി പ്രാക്ടിക്സിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണ്, എല്ലാതും അവർക്ക് ഇഷ്ടമുള്ള കളർഫുൾ ആയിട്ടുള്ള നോട്ട് ലെക്ചേഴ്സ് അല്ല. നമ്മൾ അവിടെ എന്താണ് ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്താണ് അവർ പ്രാക്ടിക്സ് യൂസ് ചെയ്താണ് അവർ എന്ത് ചെയ്യുന്നത്, ട്രെയിൻ ചെയ്യുന്നത്. സോ ഇവിടെ കുട്ടികൾക്ക് വരാനും അവിടെ ആക്ടിവിറ്റീസ് ചെയ്യാനും അവർക്ക് എന്താണ് വളരെ ഇഷ്ടമായിരിക്കും. അപ്പൊ ഈ ഒരു എൻവയോൺമെന്റ് കുട്ടികൾക്ക് അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് മരിയ മോണ്ടിസോറി എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കതെടുത്ത് കാണിച്ചു തരാൻ കാണിച്ചു തരാൻ പറ്റാത്തത് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇപ്പൊ ഞാൻ ഇമേജസ് എത്തിക്കണേ. അതേപോലെ പ്രാക്ടിക്കൽ സെഷൻ വരുമ്പോൾ ഞാൻ ക്യാമറയ്ക്ക് എടുത്ത് മാം 1 സെക്കൻഡ്. ഈ നോർമലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മറിയ മോണ്ടിസോറി മാം സ്റ്റാർട്ട് ചെയ്തതാണോ? അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. 112 പേജ് നമ്പർ ഇട്ടിരിക്കുന്ന നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ എന്നുള്ള അത് തന്നെയാണോ? അതെ അതെ. ഓക്കെ, താങ്ക് യു. 112. താങ്ക് യു മാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ്. ഇവിടെ എല്ലാ കുട്ടികളും ഭയങ്കര ഹാപ്പി ആയിട്ട് നമുക്ക് കാണുന്നത്. കണ്ടോ, നമ്മുടെ പിങ്ക് ടവർ ആണ് അവര് എന്ത് ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്. സോ പിങ്ക് കളറൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് എന്താണ് ഇഷ്ടം തോന്നും. അതുകൊണ്ട് ഇവിടുത്തെ ഓരോ മെറ്റീരിയൽസും ഡിസൈൻ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. കുട്ടികളുടെ ഇൻട്രസ്റ്റും അവരുടെ ആ ഒരു ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോ ആദ്യം തുടങ്ങിയ സമയത്തുള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യണമെന്നില്ല. ഒരുപാട് മെറ്റീരിയൽസിൽ എന്ത് വന്നിട്ടുണ്ട്, നമ്മൾ ടൈം മാറുന്നതിനനുസരിച്ച് നമ്മളതിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ബേസിക് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസ് ഉണ്ട്, എന്നാൽ ഇതിനോടൊപ്പം ഒരുപാട് മെറ്റീരിയൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ
ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി എങ്ങനെയാണ് ഈ ഒരു എൻവയോൺമെന്റിനോട് അവർക്ക് ഭയങ്കര ഇഷ്ടം തോന്നാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തായിരിക്കും തോന്നാം, ഈ ഒരു മെറ്റീരിയൽസ് ഒക്കെ അവർക്ക് വീട്ടിൽ കൊണ്ടുപോകണം, അങ്ങനത്തെ ചിന്ത അവരുടെ മനസ്സിലുണ്ടാവും. ചിലപ്പോ 1 2 ഒക്കെ കൊണ്ടുപോയി എന്നൊക്കെ വെക്കാം. പക്ഷെ നമ്മൾ അതൊന്നും എന്ത് ചെയ്യരുത്, അവരെ വഴക്ക് പറയുക അങ്ങനെയൊന്നും ചെയ്തത് നോർമലാണ്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. ആദ്യം അവരുടെ കയ്യിലേക്ക് വെക്കണം, അവർക്ക് സ്വന്തമാക്കണം, അവർക്ക് വീട്ടിൽ കൊണ്ടുപോകണം എന്നുള്ള ചിന്തയായിരിക്കും ഈ മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ. പിന്നെ കുറച്ച് കഴിയുമ്പോ എന്താണ് അവർക്ക് തോന്നും, ഈ മെറ്റീരിയൽസ് ഒക്കെ ഇവിടത്തെയാണ്, ഇവിടെ വരുമ്പോൾ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ ഈ ഒരു ക്ലാസ് റൂമിലെ എല്ലാ കുട്ടികൾക്കും പോലെ എനിക്കും അത് ഉപയോഗിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ അവർ തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിയുന്നത് എന്താണ് നോർമലൈസേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ്, ഫസ്റ്റ് സ്റ്റെപ്പ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നമ്മള് കുട്ടികൾ എന്താണ് ഓരോ കാര്യങ്ങളും ഇവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കാം അല്ലെ. ഓരോരുത്തരും ഇവിടെ എല്ലാ കുട്ടികളും അവരവരുടെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ഒറ്റയ്ക്കാണ് എന്നുവെച്ചാല് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളെ ഒറ്റയ്ക്ക് ഇരുത്തി ഓരോ ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കല്ല, കമ്പൽസറി ആയിട്ട് ചെയ്യിപ്പിക്കല്ല. നമ്മൾ അവിടെ ആ കുട്ടിക്ക് വേണ്ട ഫ്രീഡം കൊടുക്കാണ്. ഏതൊരു ആക്ടിവിറ്റി സെലക്ട് ചെയ്യാനും ആ ആക്ടിവിറ്റി എങ്ങനെ വേണമെങ്കിലും ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ എന്ത് ചെയ്യാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാണ്. സോ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ മെറ്റീരിയൽസ് ഒക്കെ സ്വയം എന്ത് ചെയ്യാനായിട്ട് എടുത്ത് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനും അത് കഴിഞ്ഞ് അത് അവിടെ തിരിച്ച് കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവയ്ക്കാനും അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. ചിലപ്പോ ആദ്യം ഓപ്പൺ പ്ലേസ് ചിലപ്പോ അവർക്ക് ആ ഒരു താല്പര്യം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ അവര് മറന്നു പോകും, അവരെടുക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ അവിടെ തന്നെ വെച്ചിട്ടൊക്കെ പോകും. പക്ഷെ കുറച്ച് ടൈം കഴിയുമ്പോൾ അവർ ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അഡാപ്റ്റ് ആയി കഴിയുമ്പോൾ എങ്ങനെയാണ് ബാക്കി കുട്ടികളൊക്കെ അവരുടെ മെറ്റീരിയൽസ് ഒക്കെ അപ്പാരറ്റീസ് അവർ യൂസ് ചെയ്ത മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവയ്ക്കുന്നത്, അതേപോലെ തന്നെ അവരും എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കലി ഇത് അറേഞ്ച് ചെയ്യാനായിട്ട് അവര് ട്രെയിൻ ചെയ്യാണ്. അവർ കാണുന്നത് അതാണ്, അപ്പൊ അവര് ഓട്ടോമാറ്റിക്കലി അതേപോലെ തന്നെ ആകും, നോർമലൈസ്ഡ് ആവും. ഈ നോർമലൈസേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് വർക്കിലൂടെയാണ്. നോർമലൈസേഷൻ നമുക്ക് എങ്ങനെയാ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് വർക്കിലൂടെയാണ്. ചിലപ്പോ ആദ്യം നമ്മുടെ കുട്ടികൾ തിങ്സ് അവർ ക്രിയേറ്റ് ചെയ്ത സമയത്ത് അത് ശരിക്കും കറക്റ്റ് ഓർഡറിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടുണ്ടാവും. ചിലപ്പോ വലിപ്പം കുറഞ്ഞ അല്ലെങ്കിൽ സൈസ് കുറഞ്ഞ കട്ടവസ്റ്റ് ഒരു സൈസ് കൂടിയ കട്ടവസ്റ്റ് അങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ബ്ലോക്സ് വെച്ചായിരിക്കും അവർ എന്ത് ചെയ്തത് ബിൽഡ് ചെയ്തത്. പക്ഷേ നമ്മൾ അവരെ വഴക്ക് പറയരുത്, ചിലപ്പോൾ അത് തെറ്റിപ്പോകും. വീണ്ടും ചെയ്യും, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അതേ വർക്ക് റിപ്പീറ്റ് ചെയ്തായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഈ വർക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അവരതിൽ നിന്ന് എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്, എങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ നോർമലൈസേഷൻ നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റുന്ന വർക്കിലൂടെയാണ്. ഇങ്ങനെ വർക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കോൺസെൻട്രേഷൻ പവർ കൂടും. നമുക്ക് എന്ത് കൂടും, കോൺസെൻട്രേഷൻ കൂടും. ഓക്കെ, കോൺസെൻട്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വർക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഈ മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാം, ഡോക്ടർ മോണ്ടിസോറി ഡിസ്ക്രൈബ് ദാറ്റ് നോർമലൈസേഷൻ എന്ന് പറയുന്ന പാരഗ്രാഫാണ് വായിക്കുന്നത്. നോർമലൈസേഷൻ. Dr. Montessori described that a new normalized child would frequently emerge as the result of being complete harmony with his entire environment. അവരുടെ ഈ എൻറ്റയർ എൻവയോൺമെന്റ് പൂർണ്ണമായിട്ടും അവൻ ആ ഒരു മെർജ് ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിനോട് അവൻ കൂടുതലായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡാപ്റ്റ് ആയാൽ മാത്രം നമുക്ക് ആ കുട്ടീനെ ന്യൂ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുന്ന കുട്ടികൾ എല്ലാവരും നോർമലൈസ്ഡ് ചൈൽഡ് ആവണമെന്നില്ല, ഡീവിയേറ്റഡ് ചൈൽഡ് ആയിരിക്കും. ആദ്യം അല്ലെങ്കിൽ 2-3 മാസം വരെ അവർക്ക് ഈ ഒരു എൻവയോൺമെന്റ് നമുക്കും അങ്ങനെയാണല്ലോ. ആദ്യം നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ നമുക്ക് ഈ ഒരു എൻവയോൺമെന്റ് അത്രയും എന്താണ് മനസ്സിലാവണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ആ ഒരു എൻവയോൺമെന്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനോടൊപ്പം നമ്മൾ എന്തായി അഡാപ്റ്റ് ആയി. അതേപോലെ തന്നെ ഈ കുട്ടികളും ഈ ഒരു എൻവയോൺമെന്റിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. Okay, normalized child would frequently emerge as the result of being in complete harmony with his entire environment. She developed her special method based on this disclosure. Your disclosure ബേസിലാണ് മോണ്ടിസോറിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസ്ക്ലോഷർ ചെയ്തിരിക്കുന്നത്. Montessori described this process of fundamental change in children as normalization.
ഈ ഒരു പ്രോസസ്സിനെയാണ് മോണ്ടിസോറി പറയുന്നത് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ അതെല്ലാം മാറി നമ്മൾ ഈ ഒരു എൻവയോൺമെന്റിന് ആപ്റ്റായി നല്ല കറക്റ്റ് ആയിട്ട് നല്ല ഡിസിപ്ലിൻഡ്, ഇതൊന്നും നമ്മൾ അവരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തോ അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഒന്നും ഫോളോ ചെയ്തിരിക്കുന്നല്ല, അവർ നോർമൽ ആയിട്ട് ഈ ഒരു ഡിസിപ്ലിനിലേക്ക് വരുന്നതാണ്. Among these revelation the child has brought as there is one fundamental important the phenomena of normalization through work. കുട്ടികളിൽ ഈ നോർമലൈസേഷൻ എന്ന് പറയുന്ന ഫിനോമിന എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രൂ വർക്കാണ്. അവർ റിപ്പീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെയാണ് അവർക്ക് ഈ നോർമലൈസേഷൻ എന്ന് പറയുന്ന കാര്യം അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇറ്റ് ഈസ് എ certain that a child aptitude for work represent a vital instinct. എന്ന് വെച്ചാൽ ഇത് കുട്ടിയുടെ എന്താ പറയാ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഒരു എന്താണ് ഇൻസ്റ്റ് ആണ് എന്ത് വർക്ക് ചെയ്യാന്നുള്ളത്. ഫോർ വിതൗട്ട് വർക്ക് പേഴ്സണാലിറ്റി cannot organize itself. നമ്മളൊരു കാര്യം ചെയ്യാതെ അനങ്ങാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഒരു മാറ്റം വരുന്നില്ല. അപ്പോ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഡീവിയേറ്റ് ഫ്രം ദ നോർമൽ ലൈൻ ഓഫ് കൺസ്ട്രക്ഷൻ, നമ്മൾ ഡീവിയേറ്റ് ആയിട്ട് പോകാനുള്ള ചാൻസ്, നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ നോർമലി ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ മനുഷ്യര് നമ്മള് മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്ക്. നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിലൂടെയല്ലേ നമ്മൾ പെർഫെക്റ്റ് ആവുന്നത്. നമുക്കൊരു കോട്ടൊക്കെ ഉണ്ടല്ലോ, എപ്പോഴും നിങ്ങൾ പറയുന്ന ഒരു കോട്ട എന്താണ്, മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിങ്ങിലും വേറൊരു കോട്ടും കൂടി ഉണ്ട്. ഏതാണ്? ഞാൻ എപ്പോഴും പറയാറുള്ള പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. അതേപോലെ തന്നെയാണ് കുട്ടികൾ ഈ വർക്ക് ചെയ്ത് 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 ആദ്യം ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. അതെ, നമ്മളും ആദ്യം ചെയ്തപ്പോൾ തെറ്റിക്കൊള്ളണം. പക്ഷെ നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്, ആ വർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആക്കുന്നത്, നമ്മൾ പെർഫെക്റ്റ് ആവുന്നത്. മാൻ ബിൽഡ് ഹിംസെൽഫ് ത്രൂ വർക്കിംഗ്. അപ്പോ ഇവിടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമ്മൾ കുട്ടികളെ ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ത്രൂ വർക്കാണ്. റിപ്പീറ്റ് ആയിട്ട് ചിലപ്പോൾ ആ കുട്ടി ചെയ്യുന്നത് ഒരു വർക്ക് തന്നെയായിരിക്കും. റിപ്പീറ്റ് ആയിട്ട് ചിലപ്പോൾ ആ കുട്ടി അതേ വർക്ക് തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത്. പക്ഷെ നമ്മള് ആ കുട്ടി നോർമലൈസ്ഡ് ആണ്. നോക്കാം, രണ്ട് എക്സാമ്പിൾ കുട്ടികളെ പറയാം. രണ്ട് എക്സാമ്പിൾ ഉള്ള കുട്ടികളെ പറയാണ്. ഒരു കുട്ടി നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലാണ്. ആ കുട്ടി എല്ലാ വർക്കുകളും കുറെ പ്രാവശ്യം ചെയ്യുന്നുണ്ട്. കുറെ പ്രാവശ്യമല്ല, എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. അവൻ ക്ലാസ്സിൽ ബാക്കി എല്ലാ മെറ്റീരിയൽസും യൂസ് ചെയ്ത് അവൻ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയോ ഇല്ലേ എന്നൊന്നും നോക്കുന്നില്ല. അത് അവനൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞു, ദെൻ അവനത് ഇൻട്രസ്റ്റ് മാറുമ്പോൾ അവൻ മറ്റൊരു വർക്കിലേക്ക് പോകുന്നു. അത് ചെയ്യുന്നു, വീണ്ടും അതിൽ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടാവുമ്പോൾ മറ്റൊരു വർക്കിലേക്ക് പോകുന്നു. അങ്ങനത്തെ ഒരു കുട്ടി. ഓക്കെ. രണ്ടാമത്തെ കുട്ടി എന്ന് പറയുന്നത് അവൻ ചെയ്യുന്ന വർക്ക് ഉണ്ടല്ലോ, അവൻ ഒറ്റ വർക്കേ ചെയ്യുന്നുള്ളൂ. ആ ഒരു വർക്ക് അവൻ തെറ്റ് പറ്റിയാലും അവൻ വീണ്ടും അതേ വർക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അവൻ വീണ്ടും തെറ്റ് പറ്റിയാൽ അവൻ വീണ്ടും സെയിം വർക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കുട്ടി എന്ന് പറയുന്നത് അവൻ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട് അറ്റ് എ ടൈം. നല്ല ചുരുക്കോട് ഓടി നടന്ന എല്ലാ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റേ കുട്ടി അവൻ ചെയ്യുന്ന വർക്ക് പെർഫെക്റ്റ് ആകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിൽ ഏത് കുട്ടിയാണ് നോർമലൈസ്ഡ് ചൈൽഡ് ആൻഡ് ഏത് കുട്ടിയാണ് ഡീവിയേറ്റഡ്? ഫസ്റ്റ് രണ്ടാമത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണോ നോർമലൈസ്ഡ്? സെക്കൻഡ് വൺ. ഓക്കെ, എല്ലാവർക്കും സെക്കൻഡ് വൺ ആണ് നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറയുന്നത്. അതെ. ഓക്കെ, എന്നാൽ സെക്കൻഡ് വൺ ആണ് നോർമലൈസ്ഡ്. കാരണം അവൻ ചെയ്യുന്ന വർക്ക് അവന് ഫുൾ എഫേർട്ട് എടുത്ത്, ചിലപ്പോൾ 100% എഫേർട്ട്, അത്രയും ടൈം എടുത്തായിരിക്കും അവൻ അത് ചെയ്യുന്നത് സക്സസ് ആണോ ഫെയിലിയർ ആണോ എന്നല്ല. അവൻ അത്രയും നേരം ആ ഒരു വർക്ക് ചെയ്യാനായിട്ട് അവന് 100% ടൈമും എഫേർട്ടും അതിലേക്ക് എടുക്കുന്നുണ്ട്. അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ അവർക്ക് ഭാവിയിൽ നന്നായിട്ട് കൂടുതൽ ടൈം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ സെയിം വർക്ക് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കും. അതേപോലെ തന്നെ അവർക്ക് കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. മറ്റേ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഒരു വർക്ക് ചെയ്തു, അവനതിന് ഇൻട്രസ്റ്റ് പോയി, ദെൻ അവൻ മറ്റൊരു വർക്കിലേക്ക് പോയി. ആ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഡീവിയേറ്റഡ് ചൈൽഡ് ആണ്. അത് അവനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ എന്തുകൊണ്ടാണ്, അവന് ഡീവിയേഷൻസ് ഉള്ളതുകൊണ്ടാണ്. പെട്ടെന്ന് തന്നെ ഡീവിയേറ്റഡ് ആയി അടുത്തൊരു ആക്ടിവിറ്റിയിലേക്ക് പോയി, വീണ്ടും ആ ആക്ടിവിറ്റിയിൽ ഇൻട്രസ്റ്റ് പോകുമ്പോൾ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകുന്നു. അതെന്തുകൊണ്ടാണ്? ഡീവിയേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾക്ക് മനസ്സിലാക്കണം ഏത് ടൈപ്പ് കുട്ടിയാണ് നോർമലൈസ്ഡ്, ഏത് ടൈപ്പ് കുട്ടിയാണ് ഡീവിയേറ്റഡ്. Okay. According to Montessori, in growing child, there are two streams of body, especially muscle energy
suspended involuntary movements. നമുക്ക് രണ്ട് ഗ്രോയിങ് ചിൽഡ്രൻ അനുസരിച്ച് 2 സ്ട്രീംസ് ഉണ്ട്. നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചു വന്നോളൂ എന്തൊക്കെയാണ് നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി അല്ലെ? എന്താണ് നമ്മുടെ മൈൻഡും ബോഡിയും. നമ്മുടെ മൈൻഡും ബോഡിയും നമ്മുടെ കയ്യിൽ തന്നെ വേണ്ടേ? ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കണ്ടേ? മനസ്സും ശരീരവും ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കണം. മെന്റൽ ഹെൽത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? മെന്റൽ ഹെൽത്തും അതേപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തും ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ? ഹെൽത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ എന്താണ് മസ്കുലർ എനർജിയും അതേപോലെ തന്നെ നമ്മളുടെ മെന്റൽ എനർജിയും ഒരുമിച്ച് വേണം വർക്ക് ചെയ്യാനായിട്ട്. സെക്കൻഡ് ഈസ് മെന്റൽ എനർജി ഓഫ് ഇന്റലിജൻസ് ആൻഡ് വിൽ. These two aspects of personality, നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ 2 ആസ്പെക്ട് ആണ് നമ്മുടെ മൈൻഡും ബോഡി. മൈൻഡ് ആൻഡ് ബോഡി ഷുഡ് നെവർ ബിക്കം ഡിവോഴ്സ്ഡ്. ഇവിടെ പറയുന്നത് മനസ്സ് ശരീരത്തിൽ ഉപേക്ഷിക്കരുതെന്നാണ്. നമ്മുടെ മനസ്സെത്തുന്നിടത്തേക്ക് നമ്മുടെ ശരീരം എത്തണം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, നമ്മുടെ മനസ്സെത്തുന്നിടത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ശരീരം എത്തണം എന്നാ പറയണത്. നമുക്കിപ്പോ ഒത്തിരി ഏജ് ആയി എന്നൊക്കെ പറയും ചിലവര്. നമുക്ക് ഇതൊന്നും പറ്റില്ല. നമ്മളിപ്പോ ചില ആൾക്കാരൊക്കെ ഡാൻസ് കളിക്കും ഏജ് ആയിട്ട്. നിനക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുമ്പോ പക്ഷെ നമ്മുടെ മനസ്സ് പറയുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റും എന്ന്. അപ്പൊ നമുക്ക് അവിടേക്ക് എത്താനായിട്ട് പറ്റും. സോ നമ്മൾ ഫുൾ എഫേർട്ട് എടുക്കണം. നമ്മുടെ മൈൻഡ് എവിടെയാണ് നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് അവിടെ തന്നെ ആയിരിക്കും നമ്മുടെ ശരീരം. ഞാൻ പറയാറില്ലേ, നമ്മൾ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്നത് എന്ത് ജോലി ചെയ്യുമ്പോഴാണോ, എന്ത് വർക്ക് ചെയ്യുമ്പോഴാണോ ആ ഒരു വർക്ക് തന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ മെന്റൽ ഹെൽത്ത്, മെന്റൽ ഹൈജീൻ എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഒരിക്കലും നമ്മുടെ മനസ്സും ശരീരവും ശരീരത്തെ മനസ്സ് ഉപേക്ഷിക്കാനായിട്ട് പാടില്ല. മനസ്സിങ്ങനെ പറന്ന് നടക്കാണ് അങ്ങനത്തെ ഫീലിംഗ് ഒന്നും പാടില്ല. അതൊക്കെ ഡീവിയേറ്റഡ് ചൈൽഡിന്റെ ലക്ഷണങ്ങളാണ്. ഇൻസ്റ്റെഡ് ഓഫ് ടു ഷുഡ് വർക്ക് ഇൻ യൂണിസൺ. നമ്മള് മനസ്സ് ശരീരം ഒരുമിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്? വർക്ക് ചെയ്യാൻ. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ ഡീവിയേറ്റഡ് ആയി പോകും. അതർവൈസ് ദ ചൈൽഡ് വിൽ ബി ഡീവിയേറ്റഡ്. നമ്മളിപ്പോ ഒരുപാട് ഇമാജിനേഷനിലൊക്കെ ജീവിക്കുന്ന കുട്ടികളുണ്ടാവും. ഫുൾ ടൈമും എന്തെങ്കിലുമൊക്കെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ ഡീവിയേറ്റഡ് ആണ്. കാരണം അവന്റെ ടൈം, അവന്റെ മനസ്സും ശരീരവും രണ്ട് സ്ഥലത്താന്ന് പറയും. അപ്പോൾ അവൻ ഡീവിയേറ്റഡ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സ് ശരീരവും ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വർക്കിൽ നമ്മൾ ഫുൾ എഫേർട്ടും ഫുൾ ടൈമും നമ്മൾ അതിൽ തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു കോഴ്സിലേക്ക് ചേർന്നപ്പോ ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്തത്. പക്ഷെ ഇപ്പോ നമുക്ക് ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലെ? നിങ്ങളുടെ മനസ്സും ശരീരവും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആണ്. ഇതൊരു ഓക്കെ കോർഡിനേഷൻ, ഏകോപനം, അത് മലയാളമാണല്ലോ. ഓക്കെ, നമ്മൾ ആ ഒരു എന്താ പറയാ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു കോർഡിനേഷനിലേക്ക് വന്നു. ഇതേപോലെ തന്നെയാണ് കുട്ടികളുടെ കാര്യം. കുട്ടികൾ ആദ്യം നമ്മൾ ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ സോ അത് ഓട്ടോമാറ്റിക്കലി ഡീവിയേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡീവിയേഷൻസ് സംഭവിക്കാം. നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? നമ്മൾ അവരാ ഡീവിയേഷൻ സംഭവിച്ചിട്ടുള്ള കുട്ടികളെ നോർമലൈസ്ഡ് ആക്കുക. നോർമലൈസ്ഡ് ആക്കാന്ന് വെച്ചാൽ ഒരുപാട് ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും ഒന്നും കൊടുക്കണ്ട. നമ്മൾ അവർക്ക് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യിപ്പിക്കുക. അവർക്ക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഗൈഡ് ചെയ്ത് കൊടുക്കുക. നോർമലൈസ്ഡ് ചൈൽഡ് ആണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി അത് ചെയ്തോളും. ഡീവിയേറ്റഡ് ആണെങ്കിൽ അവരെ കൊണ്ട് നമ്മളൊന്ന് ഗൈഡ് ചെയ്യാം. മിസ്റ്റേക്ക് പറ്റിയാൽ മാത്രം ജസ്റ്റ് ഒന്ന് ഇന്റർഫിയർ ചെയ്യാം. അല്ലാതെ എപ്പോഴും നമ്മളുടെ ഫുൾ കൺട്രോൾ അവർ വേണം എന്നൊന്നും നിർബന്ധിക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് ഒന്ന് ഇന്റർഫിയർ ചെയ്യാം. കുട്ടികളുടെ ഇഷ്ടത്തിന് നമ്മളത് വർക്ക് ചെയ്യാനായിട്ട് അവരെ അലോ ചെയ്യാം. ഓക്കെ, അങ്ങനെ ഏകോപിക്കുകയാണെങ്കിൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ആരായിട്ട് മാറും? നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറും. കാരണം അവർ ഈ ത്രൂ വർക്ക് ആദ്യം ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരും, വീണ്ടും ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരും. ഇങ്ങനെ ചെയ്ത് അവരെന്താവും? സക്സസിലേക്ക് എത്തും. സോ അവർ എന്തായിട്ട് മാറും? നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറും. അപ്പോ നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ആണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ ഒരു പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു നോർമലൈസേഷനും ഡീവിയേഷനും തമ്മിലുള്ള ഒരു 2-3 പോയിന്റ്സ് പറയാൻ പറ്റുമോ? എന്താണ് നോർമലൈസേഷൻ ഞാൻ പറഞ്ഞത്, എന്താണ് ഡീവിയേഷൻ എന്ന് പറഞ്ഞത് പറയാൻ പറ്റുമോ? വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് പറഞ്ഞോടാ. റിപ്പീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് നോർമലൈസേഷൻ നടക്കും. ഓക്കെ, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അവരെ കൊണ്ട് വർക്കുകൾ ചെയ്യിപ്പിക്കുന്നതിലൂടെ എന്താണ് അവർക്ക് ആ നോർമലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനയിലേക്ക് നമ്മൾ അവരെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ അവർക്ക് കോൺസെൻട്രേഷൻ അതേപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നോർമലൈസേഷനിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്?
എൻജോയ് ചെയ്യാനായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഒരു കുട്ടി ഒരു വർക്ക് 2-3 ദിവസമായിട്ട് അതേ വർക്ക് തന്നെ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന് അത് എന്താവുന്നില്ല, കംപ്ലീറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അവൻ വീണ്ടും ആ വർക്ക് തന്നെ എല്ലാ ദിവസവും വന്നിട്ട് അതേ വർക്ക് തന്നെയാ ചെയ്യുന്നത്. 3-ാമത്തെ ദിവസം അവൻ ആ വർക്ക് ചെയ്തപ്പോ അവനത് സക്സസ് ആയി. അവന് ഭയങ്കര സന്തോഷമായിരിക്കും കിട്ടുന്നത് അല്ലെ, ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ, ഒരു സന്തോഷം. വേറെ എന്തിനും അതെന്ത് ചെയ്യാൻ പറ്റില്ല, എന്തൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അവൻ ആ വർക്ക് ചെയ്ത് അവൻ ഏൺ ചെയ്ത ഹാപ്പിനെസ് ആണ്, അല്ലെങ്കിൽ അവൻ ചെയ്തതിലൂടെ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവൻ വർക്ക് ചെയ്തതിലൂടെ അവന് കിട്ടിയ ഒരു ഹാപ്പിനെസ് ആണ് ആ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലത്തെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നോർമലൈസേഷനിലൂടെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ കാണിച്ചു തന്നു നിങ്ങളെ മോണ്ടിസോറി എൻവയോൺമെന്റ് കാണിച്ചു തന്നു ഇല്ലേ, മോണ്ടിസോറി സ്കൂൾ എൻവയോൺമെന്റ് ആണ് ഞാൻ കുറച്ച് ഇമേജസ് എടുത്ത് കാണിച്ചു തന്നത്. അപ്പോ ഈ ഇമേജസിൽ നമ്മളൊരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു അച്ചടക്കം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ മെറ്റീരിയൽസും അതാത് ട്രാക്കിലാണ് ഇരിക്കുന്നത് അല്ലെ, അതാത് പ്ലേസിലാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടി അവൻ യൂസ് ചെയ്ത മെറ്റീരിയൽസ് അവൻ പ്രോപ്പർ ആയിട്ട് അത് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് വെക്കും ആ ട്രാക്കിലേക്ക്. എവിടെയാണോ വെച്ചിരുന്നത് ആ ഒരു സ്ഥലത്ത്, കറക്റ്റ് സ്ഥലത്ത്. ചിലപ്പോ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുന്ന ആദ്യം കുറച്ച് നാളുകൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും അവര് ഇതേപോലെ കറക്റ്റ് ആയിട്ട് ആ മോണ്ടിസോറി മെറ്റീരിയൽസ് അവർ യൂസ് ചെയ്യുന്നത് അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കുകയും അത് തിരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കുകയും അത് യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യും. സോ നമുക്ക് കുറച്ച് എളുപ്പമാണ്. നമ്മൾ ജസ്റ്റ് അവരെന്ത് ചെയ്താൽ മതി, അവർ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി. ഒരുപാട് ഗൈഡ് ലൈൻസോ അങ്ങനെ ഒന്നും കൊടുക്കണ്ട. അവരെ നമ്മൾ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് അലോ ചെയ്യുക. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മെറ്റീരിയൽസ് അവരെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിക്കാം നമ്മുടെ കയ്യിലുള്ളത്. അതേപോലെ തന്നെ ചിലപ്പോ ഈ കുട്ടികളില്ലേ കണ്ടുവരുന്ന ഒരു ക്യാരക്ടറാണ്, ഈ കുട്ടിയില് ഒരു കുട്ടി ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കാന്ന് വിചാരിക്കും. അപ്പൊ അവന് ആ വർക്ക് ചെയ്യണമെന്ന് മറ്റൊരു കുട്ടിക്ക് ആ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ അതില് വെയിറ്റ് ചെയ്യും. അവൻ അത് ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം വരെയും അവൻ എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് ആവണ വരെയും അവൻ വെയിറ്റ് ചെയ്തിരിക്കും. ആ കംപ്ലീറ്റ് ആയതിനു ശേഷം ആ വർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യും. അപ്പൊ അവന് ചെറുപ്പത്തിലെ ഈ പറഞ്ഞ പേഷ്യൻസ്, ക്ഷമ കിട്ടാണ്. കാരണം അത്രയും നേരം അവൻ ആ വർക്ക് ചെയ്യുന്നത് വരെയും ഈ കുട്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യാണ്, പേഷ്യൻസ് അല്ലെങ്കിൽ ക്ഷമ അവൻ പഠിക്കാൻ ചെറുപ്പത്തിൽ. അപ്പൊ ഈ കുട്ടി ഈ വർക്ക് ചെയ്തു, ഈ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് തിരിച്ച് ആ ഷെൽഫിൽ കൊണ്ടുവന്ന് വെക്കുന്ന വരെ ഇവൻ വെയിറ്റ് ചെയ്യും. ദെൻ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവൻ ആ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ പഠിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽസ് ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ മെറ്റീരിയൽസ് ഉണ്ടാവും. എന്നാലും എല്ലാവർക്കും മറ്റേ ടൈം ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അവരവിടെ ഷെയറിങ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ്, കാരണം ഒരാൾ വർക്ക് ചെയ്തതിന് ശേഷം മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യാണത്. അപ്പൊ അടുത്ത മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരുള്ള മെറ്റീരിയൽസ് അവർക്ക് എല്ലാവരും ഷെയർ ചെയ്യാൻ അത് പഠിക്കുകയാണ്. അപ്പൊ അതൊക്കെ കുഞ്ഞിലെ അവർ പഠിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള അല്ലെങ്കിൽ നല്ല എബിലിറ്റീസ് ഉള്ള നല്ല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാർത്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ വാർത്തെടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉള്ള അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയാ ഇപ്പോഴത്തെ തലമുറയിലുള്ള പോലത്തെ കുട്ടികളായിരിക്കില്ല ഇനി വരാൻ പോകുന്ന തലമുറയിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇത്രയും ടീച്ചേഴ്സ് ഉണ്ട്, 66 ടീച്ചേഴ്സ് ഈ ഒരു ക്ലാസ് റൂമിൽ തന്നെ ഉണ്ട്. സോ നമ്മളിലേക്ക് വരുന്നത് കുഞ്ഞു കുട്ടികളാണ്, ഒരു 3 വയസ്സ് 3 to 6 years ഉള്ള കുട്ടികളാണ്. സോ നമ്മൾ ഈ കുട്ടികളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് അവർക്ക് നല്ല ഒരുപാട് നമ്മൾ ഈ മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ച് അവരെ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ചെറുപ്പത്തിലേ തന്നെ അവരൊരുപാട് നല്ല ഗുണങ്ങൾ പഠിച്ചെടുക്കും. സോ അതുകൊണ്ട് മാം ഇതില് ചില കുട്ടികൾ തുടക്കത്തിലൊന്നും ഇതായിട്ട് കോപ്പറേറ്റ് ചെയ്തോളുന്നില്ലല്ലോ. മീൻസ് ഒരു കുട്ടി ഒരു വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ സെയിം തന്നെ മറ്റൊരു കുട്ടിക്കും വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഇല്ലേ? ആദ്യത്തെ സമയത്ത് അവരങ്ങനെയായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ 2-3 മാസം എടുത്ത് നമ്മൾ നോർമലൈസ്ഡ് ആവാനായിട്ട്. നോർമലൈസ്ഡ് ആയതിനു ശേഷം നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നോർമലൈസ്ഡ് ആയതിനു ശേഷം ആണ് ഞാൻ ഈ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത്. നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഞാൻ ഈ പറഞ്ഞേട്ടാ. ഓക്കെ. അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതൊന്നും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസേഷനിലേക്ക് പോകാം. ഓക്കെ. നോർമലൈസേഷൻ
ഡീവിയേഷനോട് ഒറ്റ വേടി പറഞ്ഞാൽ സംതിങ് മോർ നോർമൽ ഓർ റെഗുലർ നോർമലൈസേഷൻ, ഡീവിയേഷൻ ഡൂയിങ് സംതിങ് ഈസ് ഡിഫറെന്റ്, അങ്ങനെ അത്രയും പറഞ്ഞാൽ പോരെ മാം? നമ്മള് സെന്റൻസ് ബൈ സെന്റൻസ് ഒന്നും പഠിക്കുന്നില്ലല്ലോ ജോളി. അപ്പൊ ഓക്കെ, നമ്മൾ മനസ്സിലാക്കുക ഈ ചാപ്റ്ററുകൾ പിന്നെ എടുക്കാൻ പോകുന്ന 3 ചാപ്റ്റർ ആണെങ്കിലും നിങ്ങളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അല്ലാതെ സെന്റൻസ് ബൈ സെന്റൻസ് വേർഡ് മീനിങ് ഒന്നും നോക്കണ്ട. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്, ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് നോക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കണ്ടന്റ് മാത്രം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അല്ല കണ്ടന്റ് മാം പറഞ്ഞ ഒറ്റ വാക്ക് ഇത്രയും നമ്മൾ വിശദമായിട്ട് പറയാതെ ഒറ്റ വാക്ക് നമ്മുടെ മനസ്സിൽ കിട്ടിയ ഒരു കണ്ടന്റ് ഞാൻ പറഞ്ഞത്. ഒന്ന് നോർമലൈസേഷൻ എന്ന് പറയുമ്പോൾ റെഗുലർ ആയിട്ടല്ലേ നോർമലായിട്ട് കുട്ടികൾ കൈകാര്യം ചെയ്യുന്നു, ഡീവിയേഷൻ ആകുമ്പോൾ ഡിഫറെന്റ് ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പ്, അങ്ങനെയാ അല്ലയോ എന്ന് ഞാൻ ചോദിച്ചതാ മാം. കുഴപ്പമില്ല, അങ്ങനെയാ. താങ്ക് യു മാം. ഓക്കെ ഓക്കെ, പിന്നെ ആരെ കാണിക്കുന്നത്? ശാന്തിയോ? മരത്തിന്റെ കൊണ്ട് ഉണ്ടാക്കിയത് മിസ്റ്റേ, കളർ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഉണ്ടാക്കി പിൻ ചെയ്യാട്ടോ. ഓക്കെ. കാണാവോ? കാണാം, നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. വെയിറ്റ് ഉണ്ട് അതിന്? വെയിറ്റ് ഉണ്ട് മാം, അത്യാവശ്യം ഉണ്ട്. ക്യാമറ തുടയ്ക്കൂ. കാണുന്നുണ്ടോ? ക്യാമറ തുടച്ചാൽ കുറച്ചുകൂടി ക്ലിയർ ആയി കാണും. ബ്ലറാണ്, കുഴപ്പമില്ല, കാണാണ്. പെയിന്റ് കളറും കൂടി ചെയ്താൽ മതി. ഓക്കെ മാം. നന്നായിട്ടുണ്ട് കേട്ടാ. താങ്ക് യു. ഓക്കെ, അപ്പൊ ബാക്കി പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് സൈൻ ഔട്ട് ആരാണ്? ഞാൻ ഷേർലി സജി. പറഞ്ഞോടാ. മാം, ഞാൻ ഇപ്പോഴാണ് ക്ലാസ്സിൽ കയറിയത്, സൈൻ ഔട്ട് ആയതുകൊണ്ട് മാത്രം കയറിയത് കേട്ടോ. ഇഫ് യു ജഡ്ജ് pupil, you have no time to love them. മദർ തെരേസ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു ഓൾ. Thank you, ma'am. Bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.